രാമനാമമഹിമ. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് ഒരിക്കൽ ഒരു വിശിഷ്ട കൃതി രചിക്കണമെന്നാഗ്രഹം തോന്നി. 100 കോടി ശ്ലോകങ്ങളുള്ള ഗ്രന്ഥവും പൂർത്തിയാക്കി. ഇനി അത് ത്രിലോകങ്ങളിലും അറിയണം എന്നതിനാൽ ഒരു വലിയ സദസ്സ് തന്നെ വിളിച്ചു. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഉൾപ്പെടുന്ന ആ വിശിഷ്ട സദസ്സിൽ വെച്ച് ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മരാമായണം എന്ന കൃതി പാരായണം ചെയ്തു. സദസ്സിനെ ആത്മീയ ലഹരിയിൽ ആറാടിച്ച ആ മനോഹര ഗ്രന്ഥം ഞങ്ങൾക്ക് വേണം എന്ന അവകാശവാദവുമായി ദേവാസുരന്മാരും മനുഷ്യരും തമ്മിൽ തർക്കം തുടങ്ങി. ഒടുവിൽ തർക്കം തീർക്കാൻ മധ്യസ്ഥനായി മഹാവിഷ്ണു എത്തി. 3 വീതിച്ച് 3 കൂട്ടർക്കും നൽകി. അപ്പോഴും ഒരു ശ്ലോകം ബാക്കിയായി. അത് ഭഗവാനിരിക്കട്ടെ എന്നായി 3 കൂട്ടരും. അത് നിരസിച്ച ഭഗവാൻ ആ ശ്ലോകത്തിലെ 32 അക്ഷരങ്ങളെ 10 വീതം വീതിച്ച് നൽകി. അപ്പോഴും ബാക്കി വന്നു 2 അക്ഷരം. എന്നാൽ ഗ്രന്ഥകാരനെന്ന നിലയിൽ ആ 2 അക്ഷരം ബ്രഹ്മാവിന് നൽകാമെന്ന് എല്ലാവരും പറഞ്ഞു. തൻ്റെ കൃതിയെ ഇത്രയേറെ മാനിച്ചതിനാൽ അത് 3 ലോകങ്ങളിലുള്ളവർക്കും പൊതു സ്വത്തായി തീരട്ടെ എന്നായി ബ്രഹ്മദേവൻ. എവിടെയും എപ്പോഴും ഉപയോഗിക്കാവുന്ന മോക്ഷപ്രദമായ ആ ദിവ്യാക്ഷരങ്ങൾ അവർ എല്ലാവരും ചേർന്ന് ഉറക്കെ ചൊല്ലി. രാമ, തർക്കം അപ്പോഴും തീർന്നില്ല. ഓരോ ലോകത്തിനും വീതിച്ചു കിട്ടിയ ശ്ലോകങ്ങളുടെ ഗുണം കൂടിയറിയണം. അമൃത് വീതിച്ചതുപോലെ ദേവന്മാർക്കാണോ ഏറ്റവും ഗുണമേന്മേറിയ ശ്ലോകങ്ങൾ കിട്ടിയതെന്നായി മാനവരും അസുരഗണവും. ഉടൻ ഒരു വലിയ തുലാസ് പ്രത്യക്ഷപ്പെട്ടു. 3 കൂട്ടർക്കും കൂടി കിട്ടിയ ഗ്രന്ഥശ്ലോകങ്ങൾ തുലാസിൻ്റെ ഒരു തട്ടിൽ വച്ചു. ഭഗവാൻ ശ്രീഹരി ഒരു താളിയോലയെടുത്ത് അതിൽ രാമ എന്നെഴുതി മറുതട്ടിൽ വച്ചു. പെട്ടെന്ന് ആ തട്ട് താണു. കുന്നുകണക്കെ ശ്ലോകക്കെട്ടു നിറഞ്ഞ തട്ട് ഉയർന്നു. ഭഗവാൻ ആ അത്ഭുത കാഴ്ചയെ ഇങ്ങനെ വിശദമാക്കി. നിങ്ങളുടെ സർവ്വശ്ലോകത്തേക്കാൾ മൂല്യവും മഹത്വവും രാമനാമത്തിനുണ്ടെന്ന് ബോധ്യമായില്ലേ? അജ്ഞാനത്തിൻ്റെ ഇരുട്ടകറ്റാനുള്ളതും പ്രകാശത്തിലേക്ക് നയിക്കുന്നതുമായ ദിവ്യപ്രാർത്ഥനയാണ് രാമ എന്ന നാമം. തത്സമയം ഭഗവാൻ ശിവശങ്കരൻ രാമ എന്ന 2 അക്ഷരം സ്വന്തം നാവിലേക്ക് ഏറ്റുവാങ്ങി. ധ്യാനനിരതനായ പരമശിവൻ രാമനാമം ജപിക്കുന്നുവെന്നാണ് സങ്കല്പം. രാമായണ രചനയ്ക്കു മുമ്പ് തുഞ്ചത്തെഴുത്തച്ഛൻ ഇക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടിനാഥനായ ബ്രഹ്മാവ് ആദ്യമായി രചിച്ച മഹാകാവ്യമാണ് ബ്രഹ്മരാമായണം. രാമായണത്തിലെ കഥാനായകനാകട്ടെ മര്യാദ പുരുഷോത്തമനെന്ന് കീർത്തി കേട്ട ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ആ രാമമന്ത്രം സദാ ജപിക്കുന്നു. ജഗദീശ്വരനായ പരമശിവ പെരുമാൾ ഇങ്ങനെ ത്രിമൂർത്തി ഐക്യത്തിൻ്റെ പ്രതീകമായ രാമമന്ത്രം കലിയുഗത്തിൽ മനുഷ്യർക്ക് ദിവ്യതയിലേക്ക് ഉയരാനുള്ള ആത്മസാധനയായി മാറുന്നു.